അല്ലല്ല, അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്തോളാം. അദ്ദേഹം ഇതിനു മുമ്പ് കേരളയിൽ ഞങ്ങൾ സമരം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കേരളയിൽ അനുകൂലമായ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അപ്പം ഞാൻ അതിൻ്റെ ഡാറ്റ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു നേരി കാണുമെന്ന്. ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ട് അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്തു കംപ്ലീറ്റ്. അപ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് LOB കൺവിൻസ് മീ ദാറ്റ് ദിസ് ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ തിങ്. ഏത് കേരളയിലെ അദ്ദേഹം കറക്റ്റ് ചെയ്തു. അത് ഇന്നലെയും പറഞ്ഞല്ലോ, കറക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിനുള്ള മറുപടിയല്ല. അദ്ദേഹത്തിന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുക്കും. അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിക്കാണ് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ്. എക്കോ സിസ്റ്റത്തെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷം ജനങ്ങളുടെ പ്രതിപക്ഷമല്ല, അങ്ങനത്തെ പ്രതിപക്ഷമാണ്, നെഗറ്റീവാണെന്ന് പറഞ്ഞു. എന്തിനാ പറഞ്ഞ് ഊതി വീർപ്പിക്കുന്നത്? 3 ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്ന് ഗവൺമെന്റ് ആരെ കളിപ്പിക്കാറില്ല? ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിലോ? ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ പാവപ്പെട്ട ആളുകൾ മുഴുവൻ വിശ്വസിക്കും കോവിഡ് കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ചവരെ. കോവിഡ് കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ചല്ലോ. ആദ്യം പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന്. പിന്നെ പറഞ്ഞു ലോകത്ത് ഏറ്റവും ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം കേരളമാണെന്ന്. അവസാനം എന്താണ് വന്നത്? അവസാനം വന്നപ്പോൾ മരണനിരക്ക് കൂടുതൽ, രോഗികളുടെ എണ്ണം കൂടുതൽ, പിന്നെ അന്ന് നടന്ന കൊള്ള വേറെ, കോവിഡ് കാലത്ത് കൊള്ള വേറെ, അതിൻ്റെ പേര് പറഞ്ഞ കൊള്ള വേറെ, ഇതെല്ലാം പുറത്ത് വന്നത്. അപ്പോൾ ഇപ്പം അപ്പം തന്നെ മറുപടി കൊടുക്കും. അപ്പം തന്നെ മറുപടി കൊടുക്കും. ഇതിപ്പോൾ ചർച്ചയാണ് കേരളത്തിൻ്റെ വ്യാവസായികളുടെ വെച്ച ഗവൺമെന്റ് ഇങ്ങനെ പറയുന്ന ഈ ക്ലെയിം അടിസ്ഥാനപരമായി ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. ഇത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ്. എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് തരാം. എല്ലാ ഡാറ്റയും നാഷണൽ ഡാറ്റ, എല്ലാ ഡാറ്റ നിങ്ങൾക്ക് തരാം. അല്ല അതല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് ഗവൺമെന്റ് അതിന്റെ തൂങ്ങാണ്. അപ്പോൾ സർക്കാരിനുള്ള മറുപടിയാണ്, സർക്കാർ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങൾ ഇതൊരു VD സതീശൻ ശശി തരൂർ വിഭാഗമാക്കി എടുക്കാൻ നോക്കിയാൽ നടക്കില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇപ്പോൾ ഒരു വിഷയമാണ്, സംസ്ഥാനത്തിന്റെ വിഷയം. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യാൻ വന്നു. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു കമന്റ് ഇന്നലെ പറഞ്ഞു. ഞാൻ ഇന്നലെ നിങ്ങളോട് ആരും കമന്റ് ചെയ്തില്ലല്ലോ രാവിലെ, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി അതിനുശേഷം പ്രതിപക്ഷത്തെ കുറിച്ച് ഒരു വികസന വിരോധികളായി പണ്ട് ഇവർ ഏർപ്പാടാണ്. ഇവരായിരുന്നു പണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ. ഇന്ന് എന്നെ കൊണ്ട് പറയിക്കരുത്. ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റി വരുന്നു. 10 കൊല്ലം മുണ്ട് സ്വകാര്യ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ച ആരുടെ കരണത്തടിച്ച് നിലത്തിട്ട ആളുകളാണ്. ഈ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ അവകാശവാദമായിട്ട് പറയാണ്. വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ നേട്ടത്തിൽ ഞെളിഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? കൊച്ചി മെട്രോ വന്നപ്പോൾ സമരം ചെയ്ത ആളല്ലേ ഈ വ്യവസായ മന്ത്രി, പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് സമരം ചെയ്തില്ലേ? ഇവിടെ നമ്മൾ ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോൾ പറഞ്ഞത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിലുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ ഗ്യാസ് പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നു. അന്ന് സമരം വരുന്നു നമ്മളെല്ലാം സമയത്ത്. എക്സ്പ്രസ് ഹൈവേ, ഇപ്പൊ ഹൈവേയുടെ അഭിമാനം പറയാം. എക്സ്പ്രസ് ഹൈവേ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്താ പറയുന്നത്? അത് കേരളത്തെ 2ആയി കീറി മുറിക്കും, 2ആക്കും, കേരളത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. +2 കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? പെരിയാര മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? നീ ഏറ്റവും അവസാനം ആ സീ പ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? 10 കേസാണ് ഞാൻ പറയാം. 10 കാര്യം ഞങ്ങൾ കൊണ്ടുവന്ന 10 വികസനം, അതിൽ കുറേ എണ്ണം ഇപ്പൊ യാഥാർത്ഥ്യമായി. ഇപ്പൊ അതിന്റെ മേഞ്ഞടിക്കുകയാണ്. അതല്ല ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ വിഴിഞ്ഞം പോർട്ടിനൊക്കെ പറ്റി പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അഭിമാനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഷിപ്പ് വന്ന 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റും മത്സ്യസമ്പത്തും മുഴുവൻ നശിക്കും. ദേശാഭിമാനിയുടെ അന്നത്തെ ഫ്രണ്ട് പേജ് ഒന്ന് എൻ്റെ അനിയനെടുത്തുന്നോ, ഫ്രണ്ട് പേജ് മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ ജീവിതം നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഫ്രണ്ട് പേജ്. ഈ വിഴിഞ്ഞം പോർട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ മത്സ്യസമ്പത്ത് മുഴുവൻ തകർന്നു പോകുന്നതാണ് ലീഡ്. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഓരോ കേസ് എടുത്തു നോക്ക്, എല്ലാ കേസും എടുത്തു നോക്ക്. 10 കേസുകളാണ് ഞാൻ പറഞ്ഞത്. ഈ 10 കേസുകൾ UDF ഈ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി, സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ നെഗറ്റീവ് സ്റ്റാൻഡ് ഞങ്ങൾ എടുക്കില്ല. സൂചിക ഇപ്പൊ ഇല്ല, ഇല്ലെന്ന്, സൂചിക ഇല്ലെന്ന് നിങ്ങൾ നോക്കി. ആ ഇൻഡിക്കേറ്റർ ഇപ്പൊ ഇല്ല, ആ ഇൻഡിക്കേറ്റർ നിർത്തി. കഴിഞ്ഞ സെപ്റ്റംബറിൽ കേന്ദ്രമന്ത്രാലയം പ്രഖ്യാപിക്കുകയും വ്യവസായ മന്ത്രി അവാർഡ് അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതിന്റെ അകത്ത് ഒരു ഇത് മാത്രമാണ്, ഒരു ഘടകം മാത്രമാണ്. അതിൽ കേരളം 4ാം സ്ഥാനത്ത്. അല്ല തമ്മിത്തല്ലല്ല. ഞാൻ എൻ്റെ വാചകന്റെ ആദ്യത്തെ
കേരളത്തിൽ വ്യാവസായിക വളർച്ച ഉണ്ടാകണം, കേരളത്തിൽ വ്യവസായങ്ങൾക്ക് സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകണം. ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണയാണ്. ഞാൻ പറഞ്ഞില്ല, ട്രേഡ് യൂണിയൻ സെക്ടറിൽ പണ്ട് ട്രേഡ് യൂണിയൻ സെക്ടർ CIT ആണല്ലോ നശിപ്പിച്ചത്, മനസ്സിലായില്ലേ? ഇത് മുഴുവൻ സമരം ചെയ്ത ആളുകൾ തല്ലിയൊടുത്തു. ഞാൻ ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയനിസ്റ്റാണ്. കേരളത്തിൽ ഒരു സ്ഥലത്തും ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളിലും ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിൽ ഇരിക്കുന്നവരാണ്. ഒരിടത്തും ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല. ഒരിടത്തും ഒരിടത്തും ഞങ്ങൾ സമരം ചെയ്യാറില്ല. സമരം ചെയ്യുന്നവരെ കമ്പനികൾ നിലനിൽക്കണം എന്നുള്ള പുതിയ നിലപാടെടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്. ഒരു സ്ഥലത്തും ഞങ്ങൾ എല്ലാ സ്ഥലത്തും വ്യവസായ സൗഹൃദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ പിന്തുണയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ട്രേഡ് യൂണിയൻ മിലിറ്റൻസി എന്നുള്ളൊരു മെസ്സേജ് കേരളത്തിന് പുറത്തേക്ക് ഉണ്ട്. അത് പോകരുത്, മാറി എന്നുള്ളതാണ്. ഞാൻ തന്നെ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഇല്ല എന്ന് നിരന്തരമായി പറയുകയും പ്രവർത്തിക്കുന്ന ആളുകളാണ്. ചില്ലറ മൊത്ത വ്യാപാരം MSMEക്ക് കീഴിലേക്ക് കൊണ്ടുവരുമ്പോഴേ എത്ര വ്യത്യാസം? ചില്ലറ മൊത്ത വ്യാപാരം മുഴുവൻ MSMEക്ക് കീഴിൽ കൊണ്ടുവരുമ്പോൾ എത്ര വ്യത്യാസമായി? ഒരു 40% വ്യത്യാസം വരും. ഒരു 40% വ്യത്യാസം വരും. ഒരു 40% ഈ 64,000 സംരംഭങ്ങൾ തുടങ്ങിയെന്നുള്ള സ്വിഫ്റ്റിന്റെ ഇതിൽ തന്നെ വരുന്നത് 40% ഉണ്ടായിരുന്നാണ്. കുറേ നാളായിട്ട് രജിസ്റ്റർ ചെയ്യാത്ത കാരണം ഇതിൻ്റെ അകത്ത് ഉദ്യം എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ റിപ്പോർട്ടുണ്ട്. MSME ആയ സെൻട്രൽ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളുണ്ട്, MSME ആയ ബാങ്കിന്റെ ആനുകൂല്യം. ഇപ്പം MSME ആയിട്ട് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾ ചെയ്തു തുടങ്ങി.